എങ്ങനെ സർവ്വമായ മലയാളത്തിലെ എക്കാലത്തെയും വലിയ പണംവാരിപ്പടങ്ങളിലൊന്നായി. 150 കോടിയിലധികമാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിവിൻ പോളി. നിവിൻ അല്ലാതെ മലയാളത്തിലെ പ്രമുഖ യൂത്തുമാരായ ഫഹദ് ഫാസിലോ, രാജോ, ടൊവിനോയോ, ആസിഫ് അലിയോ ആര് ചെയ്താലും ഈ റോൾ ഇത്ര മനോഹരമാകുമായിരുന്നില്ല. തട്ടത്തിമറയത്തിലും വടക്കൻ സെൽഫിയിലും പ്രേമത്തിലുമൊക്കെ നമ്മൾ കണ്ടുമറന്ന മാനറിസംസ് തിരിച്ചു കിട്ടിയ ചിത്രമായിരുന്നു സർവ്വമായ. ചിത്രത്തിലെ അന്തിക്കാടൻ എഫക്റ്റ്. വളരെ സിമ്പിളായ ഒരു കഥ, അതിൽ നിറയെ ഇമോഷൻസും ഹ്യൂമറും. എല്ലാത്തരം പ്രേക്ഷകർക്കും കണക്ട് ആകുന്ന ഒരു ഫീൽ ഗുഡ് അനുഭവം നൽകാൻ സർവ്വമായ്ക്ക് സാധിച്ചു. നായകന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നൊരു നായിക. സത്യനന്ദിക്കാട് തന്റെ പല ചിത്രങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണിത്. രസതന്ത്രവും വിനോദാത്രയും എല്ലാം വലിയ ഉദാഹരണങ്ങളാണ്. അതേ ഫോർമുല തന്നെയാണ് അഖിൽ സത്യനും ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മലയാളത്തിലെ ക്ലാസിക് കോമ്പിനേഷനുകളിൽ ഒന്നായ നിവിൻ അജു കോംബോ. അവരുടെ രണ്ടുപേരുടെയും സീൻസുകൾക്കെല്ലാം 100-ൽ 100 മാർക്കാണ്. ഹൊറർ കോമഡി ജോണർ. അതിൽ തന്നെ ആരെയും പേടിപ്പിക്കാത്ത കുസൃതികളും തമാശകളും നിറഞ്ഞ ഒരു ജൻസി പ്രേതം. റിയ ഷിബുവിന്റെ ഡെലിലു എന്ന കഥാപാത്രം സർവ്വമായയുടെ ആത്മാവ് തന്നെയായിരുന്നു. അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത വിധം വളരെ നാച്ചുറൽ ആയിരുന്നു റിയയുടെ പ്രകടനം. ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായിരുന്നു. ഒട്ടും ബോറടിപ്പിക്കാതെ ചിരിച്ചാസ്വദിക്കാൻ പറ്റുന്ന ആദ്യ പകുതി. എന്നാൽ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ചിത്രം പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ആകുന്നു. മായ എന്ന കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റിയും ആ ഇമോഷണൽ ടച്ചും സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ വലിയൊരു അനുഭവം സമ്മാനിച്ചു.